ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ നാട്ടിലെ ഒരു സ്പോട്ടാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ പുഴ എവിടെയാണെന്നല്ലേ? മുടിക്കൽ പാലത്തിന്റെ അടുത്താണ് ഈ പുഴ. മുടിക്കൽ പാലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ ഫുഡിംഗ് സ്പോട്ടും എല്ലാം ഉണ്ട്. നമുക്കപ്പോൾ മൊത്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ആ പുഴയിലും ഇറങ്ങാം, അവിടെ ഫുഡിംഗ് സ്പോട്ടിൽ പോയി ഫുഡും കഴിക്കാം. നമുക്കൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കിടുക്കാച്ചി ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്യാനും ടൈം സ്പെൻഡ് ചെയ്യാനും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയ ഈവനിങ് സ്പോട്ടാണ് ഞാൻ പോയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ പോയപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാരണം ഈവനിങ് തന്നെ ആ പുഴയിലൊക്കെ കുറേ നേരം ഇരുന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ മനസ്സും എല്ലാം നിറഞ്ഞു ഗൈസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ മുടിക്കൽ ഭാഗത്തുള്ളവരാ കാണുന്നതെന്ന് വെച്ചാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ മുടിക്കൽ പാലം, ഈ ഒരു സ്പോട്ട്, ആ ഒരു ഫുഡിങ് സ്പോട്ടൊക്കെ കുറച്ച് കാലമായിട്ട് ക്ലോസ്ഡ് ആണ്. കാരണം അവിടെ മലേന്റെ സൈഡ് ആയതുകൊണ്ട് ആ മലയിന്ന് ഈ മണ്ണൊക്കെ ഇടിച്ച് വീണിട്ട് ആ കടയൊക്കെ ക്ലോസ്ഡ് ആയി. പിന്നെ ഫുഡിന്റെ എന്തോ ഒരു ഇഷ്യൂ കൊണ്ട് അവിടെ ഒരു കട ക്ലോസ് ആയപ്പോൾ ബാക്കിയൊക്കെ കട ക്ലോസ് ആയെന്നും പറയുന്നുണ്ട്. ആ മണ്ണ് ഇടിഞ്ഞത് കൊണ്ടാണെന്നും പറയുന്നുണ്ട്. സത്യം എന്താണെന്ന് അറിയില്ല ഗൈസ്. സോ അവിടെ ക്ലോസ്ഡ് ആണ് ഫുഡും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ഒരു വ്യൂവേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ പുഴയുടെ വ്യൂ എന്ന് പറയുന്നത് അസാധ്യമാണ്. ഇവിടെ എന്തായാലും മസ്റ്റ് വിസിറ്റ് സ്പോട്ടാന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ പ്ലേസ് ആണ്. കാരണം ഇവിടെ തന്നെ ആ വെള്ളത്തിന്റെ ആ നടുക്ക് നിന്ന് നമുക്ക് ആ സൈഡിൽ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അത് ഞാൻ മെയിനായിട്ട് പറയാണ്, നീന്താനും ഒന്നും നിൽക്കരുത്. നല്ല ആഴവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഞാൻ പോയത്. കാരണം നീന്താൻ അറിയാത്തവരൊന്നും ഇതിന് നിൽക്കരുത്. കാരണം എന്തായാലും മുങ്ങിപ്പോവും ഗൈസ്. ഞാൻ അവിടെ പോയപ്പോൾ നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. കാരണം ആ വെള്ളത്തിൽ നിന്നൊക്കെ നടന്നും കളിച്ചും, കാരണം ആ ഒരു സൈഡിൽ നിന്ന് നടന്നും ഫോട്ടോസൊക്കെ എടുത്തും നമ്മൾ അധികമൊന്നും അങ്ങോട്ട് പോയില്ല. കാരണം എനിക്ക് നീന്താൻ അറിയില്ല ഗൈസ്. പക്ഷെ വെള്ളത്തിൻ്റെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. നീന്താൻ അറിയില്ലെങ്കിലും സൈഡിൽ ഇരുന്നാലും നമുക്ക് ആ ഇരുന്നുകൊണ്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. കാരണം ആ സൈഡിൽ നിന്ന് നല്ല സമാധാനം കിട്ടും. കാരണം ഒരു വൈകുന്നേരം സ്പോട്ടാണല്ലോ, നമുക്ക് അവിടെ ഇരുന്ന് പുഴയും കാറ്റൊക്കെ കൊണ്ട് അടിപൊളിയാണ്. അടുത്ത വീഡിയോ ലുലു മാളിൽ പോകുന്ന വീഡിയോ ആണ്. അത് കാണുന്നതായിരിക്കും. ബൈ ബൈ, ടാറ്റ.